2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ 39 സീറ്റ് നേടിയെടുത്തുകൊണ്ട് DMK സഖ്യം നേടിയ വിജയം അത് സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. അവിടെ BJPയുടെ നേതാവായ അന്നാമലൈ എൻ മക്കൾ എൻ മണ്ണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരണം നടത്തി. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ക്യാമ്പയിനിങ്ങിന് ഇറക്കിക്കൊണ്ട് പല സീറ്റുകളും ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്, അത് കൊയ്തെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം. അന്നാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുമ്പോൾ BJPക്ക് വലിയ രീതിയിൽ സന്തോഷമായിരുന്നു. ആ സീറ്റ് നേടിയെടുത്തിരിക്കും എന്ന രീതിയിൽ. നമുക്കറിയാം, കോയമ്പത്തൂരിൽ BJP ജയിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാരമ്പര്യം പിന്തുടരാൻ അന്നാമലയ്ക്കും കഴിയും എന്ന് പലരും വിശ്വസിച്ചു. CP രാധാകൃഷ്ണൻ ഒക്കെ വിജയിച്ചതുപോലെ ഒരു വിജയം കോയമ്പത്തൂരിൽ BJPക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷ. എന്നാൽ CPIMൻ്റെ കയ്യിൽ നിന്നും DMK ആ സീറ്റ് വാങ്ങിയെടുത്ത് പകരം ദിണ്ടിഗൽ, അതായത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ DMK ജയിച്ച ദിണ്ടിഗൽ കൊടുത്തപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നവർ കോയമ്പത്തൂർ വിട്ടുകൊടുക്കില്ല എന്ന്. അങ്ങനെ 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് അന്നാമലയെ പരാജയപ്പെടുത്തി. ഒരു കാര്യം കൂടി വളരെ വ്യക്തമാക്കി DMK, ഒരു കാലത്തും BJPയെ അധികാരത്തിലേക്ക് എത്താൻ അനുവദിക്കില്ല, ഞങ്ങൾ ഉള്ളിടത്തോളം എന്ന പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ DMKയുടെ വിജയം അത്തരത്തിലേക്ക് ഒരു ശക്തമായ മറുപടി തന്നെയായിരുന്നു. എന്നാൽ അന്നാമലൈ വീണ്ടും പറയുന്നു, 2026 ഞങ്ങൾ അധികാരത്തിലെത്തും, ആ രീതിയിൽ ഞങ്ങൾ വളർന്നു കഴിഞ്ഞു, ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടി എന്നൊക്കെ. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ BJP നേടിയിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് കോയമ്പത്തൂരിനകത്ത് വാനതി ശ്രീനിവാസൻ കമൽഹാസനെ പരാജയപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നാഗർകോവിൽ മണ്ഡലത്തിൽ BJP ജയിച്ചു. അങ്ങനെ BJP ചില മേഖലകളിലൊക്കെ കടന്നു കയറി. അതുമാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ ആധിപത്യം നിലനിർത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല എന്ന് മാത്രമല്ല, DMK കോൺഗ്രസ് സഖ്യം വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനും കഴിഞ്ഞു. എടുത്തു പറയുന്നത് കൃത്യമായും 2026 നീക്കം തന്നെയാണ്. DMK ഒരു പടി കൂടി ചിന്തിച്ച് മുന്നോട്ട് വരികയാണ്. DMKക്ക് കൃത്യമായി അറിയാം, കോൺഗ്രസ് DMK സഖ്യത്തിൻ്റെ ഒരു മുന്നേറ്റം തമിഴ്നാട്ടിൽ ജനത ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് സ്റ്റാലിൻ പറയുന്നത്. അതിന് കാരണമാകുന്നത് BJP ഒരു രീതിയിലും അംഗീകരിക്കാൻ, അല്ലെങ്കിൽ BJPയെ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയം കൊണ്ട് മാത്രം കഴിയില്ല. ചില പ്രദേശങ്ങളിലൊക്കെ ദേശീയ രാഷ്ട്രീയത്തിനും പ്രാധാന്യമുണ്ട്. അതിന് കോൺഗ്രസ് ഒപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് അവരുടേതായ സ്പേസ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. കാമരാജിൻ്റെയും അതുപോലെ തന്നെ മികച്ച കോൺഗ്രസ് നേതാക്കളെയൊക്കെ വാർത്തെടുത്തിട്ടുള്ള മണ്ണ് തന്നെയാണ് തമിഴ്നാട്. അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ തീർച്ചയായും തിരികെ കൊണ്ടുവരാൻ, അവിടെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മേൽക്കോയ്മയും നേടിയെടുക്കാൻ കോൺഗ്രസിനെ കൂടി ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണത്, തങ്ങളുടെ കടമയാണ് എന്ന് വിശ്വസിച്ച് നീങ്ങുകയാണ് DMK ഇപ്പോൾ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ മുന്നേറ്റം അത് AIADMKയെ അസ്ഥിരപ്പെടുത്തി എന്ന് മാത്രമല്ല, അവരുടെ പിൻഗാമികളായ ആളുകൾ, അവരുടെ അനുകൂലികളായ ആളുകൾ സ്റ്റാലിനിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നുള്ളതും അതിലെ ഏറ്റവും വലിയ സത്യമാണ്. BJP AIADMK കോംബോ പൊളിഞ്ഞിട്ട് പോലും AIADMKക്ക് എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഇത്.